സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ആ ലൈൻസിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് രീതിയിലാണ് ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അടുത്തൊരു കണ്ടീഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതും ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാത്ത എന്ത് സംശയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും എന്നോട് ചോദിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. അപ്പോൾ ലൈൻ ഇൻക്ലൈൻ ടു ബി പി ബട്ട് പാരലൽ ടു എച്ച് പി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി ആണ്, പാരലൽ ടു വി പി. വി പിക്ക് പാരലും എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നേരെ തിരിഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ലൈൻ ഇൻക്ലൈൻ ടു വി പി ബട്ട് പാരലൽ ടു എച്ച് പി. വി പിക്ക് ഇൻക്ലൈൻഡും എച്ച് പിക്ക് പാരലും ആയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ലൈൻ എ ബി 40 mm ലോങ് ഈസ് 30 degree inclined to VP and parallel to HP. The point A is 20 mm above HP and 10 mm in front of VP. Draw its projections. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ഇൻക്ലൈൻ ടു വി പി ആണ്, പാരലൽ ടു എച്ച് പി. അപ്പോൾ എത്ര ഡിഗ്രിയാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്? 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പ്ലെയിനുകൾ വരച്ചു. വി പി എച്ച് പി എന്നുള്ള പ്ലെയിന് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഇതെല്ലാം ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മെത്തേഡിലാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? എ പോയിന്റ് ഈസ് 20 mm എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ വരച്ചു. ഇനി നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ പോയിന്റ് എ ഈസ് 20 mm എബോവ്, അതായത് 20 mm മുകളിലാണ്. ഏതിന് മുകളിലാണ്? എബോവ് എച്ച് പി ആണ്. എച്ച് പിക്ക് മുകളിൽ 20 mm എച്ച് പിക്ക് മുകളിലാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ 20 mm മുകളിൽ, അതായത് എച്ച് പി എന്നുള്ള പ്ലെയിനിൽ നിന്ന് 20 mm മുകളിലായിട്ട് ഇവിടെയാണ് നമ്മുടെ എ എന്നുള്ള പോയിന്റ് ഉള്ളത്. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് എ എന്നുള്ള പോയിന്റ് വി പിയിൽ നിന്ന് 10 mm മുൻപിലാണെന്ന് പറഞ്ഞു. എ പിയിൽ നിന്ന് 10 mm, അതായത് വി പി എന്നുള്ള പ്ലെയിനും ഈ പോയിന്റ് എ ഇരിക്കുന്ന ഭാഗവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 10 mm ആണ് നമ്മൾ കണ്ടു. ഇനി അടുത്ത പറയുന്നതാണ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി, അതായത് വി പിയിൽ നിന്ന് 30 ഡിഗ്രി ചെരിഞ്ഞിട്ട്. അപ്പോൾ വി പി എന്ന് പറഞ്ഞ പ്ലെയിൻ ഇതാണ്, ഈ പ്ലെയിൻ ആണ്. വി പിയിൽ നിന്ന് 30 ഡിഗ്രി ചെരിഞ്ഞിട്ട്, വി പിയിൽ നിന്ന് 30 ഡിഗ്രി ചെരിഞ്ഞിട്ട്, വി പിയിൽ നിന്ന് വി പിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എത്ര ഡിഗ്രി വെച്ചിരിക്കണേ? 30 ഡിഗ്രി ചെരിഞ്ഞേക്കണേ. അപ്പോൾ എച്ച് പിക്ക് പാരലാണ്, അതായത് എച്ച് പിയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരവും ബി എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരവും എച്ച് പിയിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരവും എന്താണ്? തുല്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് എച്ച് പി പാരലൽ ടു എച്ച് പി എന്ന് പറയുന്നത്. അപ്പൊ 30 ഡിഗ്രി വി പിയിൽ നിന്ന് ചെരിഞ്ഞിട്ടും എച്ച് പിയിൽ നിന്ന് തുല്യ ദൂരത്തിൽ നിൽക്കുന്ന രണ്ട് പോയിന്റുകൾ, ആ ലൈനിന് പറയുന്ന പേരാണ് എ ബി എന്നുള്ള ലൈൻ. എ ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 40 mm ലെങ്ത് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ലൈനിന്റെ ലെങ്ത് 40 mm ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. ഇവിടെ നിന്നിട്ടാണ് ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ, ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ രണ്ട് പ്രൊജക്ടേഴ്സ് വരച്ചു. എവിടേക്കാ? വി പി എന്നുള്ള പ്ലെയിനിലേക്ക് ഈ രണ്ട് പോയിന്റിന്റെ എൻഡിൽ നിന്ന് രണ്ട് പ്രൊജക്ടേഴ്സ് വെച്ചു. അങ്ങനെ കിട്ടുന്ന ആ പോയിന്റിന് ഒരു പേര് പറയുമല്ലോ. ഈ കിട്ടുന്ന ഈ ക്യാപിറ്റൽ ലെറ്റർ ഏതാണോ അതിന്റെ സ്മോൾ ലെറ്റർ പ്ലസ് ഒരു ഡാഷും കൂടി. അപ്പൊ എങ്ങനെ വരും? എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പോയിന്റുകളെ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പൊ നിങ്ങൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ, ഈ ഫ്രണ്ട് വ്യൂവില് ഇതിന്റെ ലെങ്ത്തും എ ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത്തും തുല്യമാണോ? അല്ല. ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് കുറവും എ ബി എന്നുള്ള ലെങ്ത് കൂടുതലുമാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ, അതായത് ലൈൻ ഇൻക്ലൈൻ ടു വി പി ബട്ട് പാരലൽ ടു എച്ച് പി എന്ന് പറയുമ്പോൾ, ഏത് ലൈനിനാണോ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് ആ ലൈനിലേക്ക് ഏത് പ്ലെയിനാണോ ഇൻക്ലൈൻ, ആ പ്ലെയിനിൽ വരുന്ന ഫിഗറിന് എന്തായിരിക്കും? ലെങ്ത് കുറവായിരിക്കും. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതെങ്ങനെ കിട്ടും? ഈ പ്രൊജക്ടേഴ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ, അവിടെ 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ഏത് പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നോ, കൂട്ടിമുട്ടുന്നോ, ആ പോയിന്റ് ആയിരിക്കും, ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരിക്കലും എ ബി എന്നുള്ളത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, അതൊരിക്കലും എന്തല്ല, ട്രൂ ലെങ്ത് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി അടുത്ത് നമുക്ക് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ടോപ്പ് വ്യൂ എവിടെ നിന്ന് നോക്കണം? മുകളിൽ നിന്ന് നോക്കി രണ്ട് പ്രൊജക്ടേഴ്സ് രണ്ട് സൈഡിൽ നിന്ന് കൂടി വരച്ചു. രണ്ട് സൈഡിൽ നിന്ന് പ്രൊജക്ടേഴ്സ് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് പിയിൽ തന്നെ ഒരു ലൈൻ കിട്ടും. എ എന്നോ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും ഉള്ള ഒരു ലൈൻ നമുക്ക് കിട്ടി. ഈ ലൈനിന്റെ ലെങ്ത് എത്രയായിരിക്കും? എ ബി എന്നുള്ള ലൈനിന്റെ ലെങ്ത് അതേ ലെങ്ത്തിന്, കാരണം നേരെ മുകളിൽ നിന്നാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. നേരെ മുകളിൽ നോക്കുമ്പോൾ അതേ ലെങ്ത് തന്നെയാണ് നമുക്ക് എവിടെ കിട്ടുക? ഈ പ്ലാൻ വ്യൂവിൽ കിട്ടുക. അത് അപ്പൊ എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും? അതായത് വി പിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക? നമുക്ക് ഈ അതായത് നമ്മുടെ ഒറിജിനൽ വ്യൂ ഏതാണോ
അതേ ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ഏത് കിട്ടുക, പ്ലാൻ വ്യൂ നമുക്ക് കിട്ടുക. അപ്പൊ എത്ര ഡിഗ്രി ആയിരിക്കും അത്? 30 ഡിഗ്രി. അതായത് 30 ഡിഗ്രി ചെരിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ HP ഉള്ള പ്ലെയിനിൽ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുക. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇതിന് നമ്മൾ പേപ്പറിലേക്ക് വരയ്ക്കണം. പേപ്പറിലേക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം XY എന്നുള്ള ലൈൻ വരയ്ക്കണം. XY എന്നുള്ള ലൈൻ വരച്ചു. അപ്പൊ ഇതിന്റെ ലെങ്ത് ട്രൂ ലെങ്ത് തന്നെ നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? XY എന്നുള്ള ലൈൻ വരച്ചു. XY എന്നുള്ള ലൈൻ വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു ഈ പോയിന്റ് എവിടെയാണ്, അതായത് ഈ സ്മോൾ ലെറ്റർ എ ഡാഷ് എന്നുള്ളത് എവിടെയാണ് വന്നേക്കണത്? ഇത് ഒരേ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്രയാണോ ഹൈറ്റ് അത് തന്നെയായിരിക്കും VP-യിലും ഇതിന്റെ ഹൈറ്റ് വരിക അല്ലെ? ഇവിടുന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എത്രയാണ് വരിക? 20 ആണ് കൊടുത്തത്. അപ്പൊ 20 mm ഹൈറ്റിൽ നമ്മളൊരു പ്രൊജക്ടർ വരച്ചു. ഓക്കെ, 20 mm മുകളിലേക്ക് നമ്മൾ പ്രൊജക്ടർ വരച്ചു. പക്ഷെ ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് അറിയില്ല എന്താ അറിയില്ല, നമ്മുടെ ഇതിന്റെ ഫ്രണ്ട് വ്യൂവിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ കഴിഞ്ഞ കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാ വരച്ചത്? ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം അവിടുന്ന് താഴേക്ക് നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ച് ആ ലെങ്ത് നമ്മൾ എത്രയാണോ കിട്ടിയത് അതാണ് നമ്മുടെ എന്തെന്നുള്ളത് പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ട്രൂ ലെങ്ത് ആയിരുന്നില്ല. അപ്പൊ ട്രൂ ലെങ്ത് ഏതാണോ ആ വ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ ഇവിടെ ട്രൂ ലെങ്ത് ഏതാ കിട്ടിയേക്കുന്നത്? നമ്മുടെ പ്ലാൻ വ്യൂ ആണ് നമുക്ക് ട്രൂ ലെങ്ത് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പ്ലാൻ വരയ്ക്കണം. ഏതാണോ ട്രൂ ലെങ്ത് കിട്ടിയേക്കുന്നത് ആ ട്രൂ ലെങ്ത് ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. എന്നിട്ടാണ് പ്രൊജക്ടേഴ്സ് വരച്ച് മറ്റേ ട്രൂ ലെങ്ത് അല്ലാത്ത ലെങ്ത് നമുക്ക് കിട്ടേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിത് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എത്ര mm വിട്ടിട്ടാണ് ഇതുള്ളത്? 10 mm വിട്ടിട്ടാണ്. ഈ VP എന്നുള്ള പോയിന്റിൽ നിന്ന് പോയിന്റ് A എന്ന് പറയുന്ന ഭാഗം 10 mm വിട്ടിട്ടാണ്. അപ്പൊ ഞാൻ 10 mm വിട്ടിട്ട് താഴേക്ക് ഒരു പ്രൊജക്ടർ വെച്ചു. അപ്പൊ താഴേക്ക് എന്തുകൊണ്ടാണ് വന്നത്? ഈ HP എന്നുള്ള പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രിയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എന്തിനാണ്? ഒരേ പ്ലെയിൻ ആക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് 10 mm ആടി. നമ്മൾ ഇവിടുന്ന് 10 mm അതായത് ഈ 10 mm എന്നുള്ളത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന 10 mm റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി? അത് താഴേക്ക് 10 mm ആയി. അപ്പൊ അങ്ങനെ 10 mm ഞാനൊരു പ്രൊജക്ടർ വരച്ചു. അപ്പൊ ഈ കിട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ ഏത് പോയിന്റ് എന്ന് പറയുന്നത്? A എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. A എന്ന് പറഞ്ഞ പോയിന്റ്, സ്മോൾ ലെറ്റർ A, അതായത് ഈ കിട്ടിയ പോയിന്റ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? ആ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഇവിടെ എങ്ങനെ കിട്ടിയിരിക്കുന്നത്? ആ പോയിന്റിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് 30 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്, ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ. ഇനി അതിനകത്ത് 30 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ലൈൻ വന്നേക്കുന്നത്. 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് നമ്മുടെ ലൈൻ വന്നേക്കുന്നത് അല്ലേ? 30 ഡിഗ്രി നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കിട്ടിയ ഏതാണ്? 30 ഡിഗ്രി. ആ 30 ഡിഗ്രി ഇവിടെ ചെരിഞ്ഞാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം ഈ പോയിന്റ്, ഈ കിട്ടുന്ന ഈ പോയിന്റ് 40 mm ലെങ്ത്തിൽ 30 ഡിഗ്രി ചെരിവിൽ ഒരു ലൈൻ വരച്ചു. അപ്പൊ ആ കിട്ടുന്ന പോയിന്റ് ഏതാണ്? അതിന്റെ പേരാണ് B എന്നുള്ളത്. അപ്പൊ AB എന്നുള്ള ലൈൻ നമുക്ക് ഇവിടെ കിട്ടി. ഇത് ഏത് വ്യൂ ആണ്? പ്ലാൻ വ്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ പ്ലാൻ വ്യൂ നിന്ന് B എന്ന പോയിന്റിൽ നിന്ന് ഇത് നമ്മൾ ടോപ്പ് വ്യൂ കിട്ടി. ഇനി B എന്ന പോയിന്റിൽ നിന്ന് നമ്മളൊരു പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. അതിന് മുന്നേ ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിന്റെ A എന്നുള്ള പോയിന്റ് എവിടെയാണ്? A ഡാഷ് എന്നുള്ള പോയിന്റ് എവിടെ വരും? ഇവിടുന്ന് 20 mm ഹൈറ്റിൽ വരും അല്ലെ? A എന്നുള്ള പോയിന്റ് 20 mm എബോവ് ആണെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ 20 mm ഹൈറ്റിൽ വന്നു. 20 mm ഹൈറ്റിൽ നമ്മളൊരു പ്രൊജക്ടർ വരച്ചു. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ഈ പ്രൊജക്ടർ വരച്ചു. ഈ പ്രൊജക്ടർ വരച്ചതിന് ശേഷം നമ്മുടെ ലൈൻ, അപ്പൊ ആ കിട്ടുന്ന പോയിന്റ് നമുക്ക് ഏത് കിട്ടി? A ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി നമുക്കറിയേണ്ടത് ഈ A ഡാഷ് എന്നുള്ളത് ഇത് പാരലൽ ആണ്. ഏതിന് പാരലാണ്? HP-ക്ക് പാരലൽ ആയിരുന്നു അല്ലെ? ഈ A ഡാഷ് B ഡാഷ് എന്നുള്ളത് HP-ക്ക് പാരലൽ ആയിരുന്നു. കാരണം രണ്ടും ഒരേ ഹൈറ്റിൽ, AB എന്നുള്ള ലൈന് HP-യിൽ നിന്ന് ഒരേ ഹൈറ്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പാരലൽ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈൻ വരുന്നത് ഈ പാരലൽ ആയിട്ട് തന്നെയാണ്. അതായത് XY ലൈന് പാരലൽ ആയിട്ട് തന്നെയാണ് നമുക്ക് വരും. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് XY ലൈന്, ഇതാണ് XY ലൈന്. ഈ XY ലൈന് പാരലൽ ആയിട്ടാണ് A ഡാഷ് B ഡാഷ് എന്നുള്ള ലൈൻ വന്നേക്കുന്നത്. അപ്പൊ A ഡാഷ് എന്നുള്ള പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത്. ഈ XY ലൈനിന് പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും A ഡാഷ് B ഡാഷ് എന്നുള്ള ലൈൻ നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യം ഇതിന്റെ ലെങ്ത് എത്രയാന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാത്തത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ B എന്നുള്ള പോയിന്റിൽ ഞാനൊരു പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരച്ചു. B എന്നുള്ള പോയിന്റിൽ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരച്ചതിന് ശേഷം ഈ A ഡാഷ് എന്നുള്ള പോയിന്റും ഈ പ്രൊജക്ടേഴ്സിലേക്ക് ഞാനൊരു ഈ XY ലൈനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. XY ലൈനിന് പാരലൽ ആയിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് XY ലൈനിൽ നിന്ന് A ഡാഷിലേക്കുള്ള ദൂരവും XY ലൈനിൽ നിന്ന് ഈ B ഡാഷ് എന്ന് പറഞ്ഞതിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അത് എത്രയാണ്? 20 mm ആണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് നമ്മൾ B ഡാഷ് എന്നുള്ള പേര് കൊടുത്തു. അപ്പൊ ഈ ലെങ്ത് ട്രൂ ലെങ്ത് ആണോ? അല്ല, ഈ ലെങ്ത് ട്രൂ ലെങ്ത് അല്ല. അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പൊ നമ്മൾ വരച്ചത്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ചെയ്തത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?
ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ ലെങ്ത് വരുന്നത് അതാണ് ആദ്യം വരയ്ക്കേണ്ടത്. ട്രൂ ലെങ്ത് ഉള്ള ഭാഗം ആദ്യം വരയ്ക്കണം. അവിടുന്ന് പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് വേണം നമുക്ക് അറിയില്ലാത്ത ആ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഇവിടെ ഇതായിരുന്നു നമുക്ക് ട്രൂ ലെങ്ത് ഉള്ള ഭാഗം, അതായത് ഇതിന്റെ പ്ലാൻ വ്യൂ ആയിരുന്നു ട്രൂ ലെങ്ത് ഉള്ള ഭാഗം. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലാൻ വ്യൂ വരച്ചു, എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് വ്യൂയിലേക്ക് നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ച് നമ്മൾ കൊണ്ടുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് നമ്മൾ വി പിക്ക് പാരലായിട്ട് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നിന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് വരച്ചു? ആദ്യം ഫ്രണ്ട് വ്യൂ വരച്ചു, അതിനുശേഷം ടോപ്പ് വ്യൂ വരച്ചു. അപ്പോൾ ഏതാണോ നമുക്ക് ട്രൂ ലെങ്ത് ആയിട്ട് കിട്ടുന്നത് ആ ഭാഗം നമ്മൾ ആദ്യം വരയ്ക്കണം. അതായത് ഏതാണോ നമുക്ക് ട്രൂ ലെങ്ത് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് അത് നമ്മൾ ആദ്യം വരയ്ക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഇതെല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഏത് സ്കെയില് കാര്യങ്ങളെന്നുള്ളത് നമ്മൾ എഴുതണം. ഏത് സ്കെയിൽ? ആ സ്കെയിൽ 1:1 ആണ്. 1:1 നമ്മൾ വരച്ചത്. അതായത് ഇവിടെ എത്രയാണോ അളവ് ആ അളവ് തന്നെ അതേപോലെ എടുത്തിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി എല്ലാ ഡയമെൻഷൻസും എന്തിലാണ്? MM-ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ വരച്ചു വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ റഫ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഈ ഭാഗമാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. എക്സാമിന് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. XY ലൈൻ വരച്ചിട്ട് ഈ വരയ്ക്കുന്ന ഈ ഒരു ഭാഗം. ഇത് നമ്മൾ റഫായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എവിടെയെങ്കിലും വരച്ചു വെച്ചു. ഇത് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് കുറച്ചൊരു ഐഡിയ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് വെച്ച് നോക്കിയാൽ മതി എങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലൊരു ഇമാജിനറി ഫിഗർ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വരച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.